നസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തന്നെ കിച്ചൺ ടിപ്പല്ല, നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും പല്ലിൻ്റെ ശല്യം നല്ലോണം ഉണ്ട്, അതെനിക്കറിയാം. അപ്പോൾ എൻ്റെ വീട്ടിലും ഉണ്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. ഇപ്പോൾ വീട്ടിൽ കുട്ടികൾ കൊണ്ടുവരുമല്ലോ, അങ്ങനെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ 100 രൂപക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. 150 അവർ പറഞ്ഞ് 100 കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ വേഗം തരികയും ചെയ്ത്. ഈ ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്പ്രേ ബോട്ടിലുള്ളത്. അപ്പോൾ ഇതിൽ 3 എണ്ണം എനിക്ക് മനസ്സിലായി: ലെമൺ ഗ്രാസ് ഓയിൽ, പിന്നെ അതേപോലെ പൈൻ ഓയിൽ, തുളസി ഓയിൽ, അങ്ങനെ 3 എണ്ണം. പിന്നെ അത് മേലുള്ള 2 എണ്ണം എന്താണെന്നറിയില്ല, അതൊക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലിക്വിഡാണ്. അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു 10 ദിവസമായി ഞാനിവിടെ ചെയ്തിട്ട്. പിന്നെ ജനലിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ അതേപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടയ്ക്കും. ഇത്രയും ദിവസമായിട്ടും പല്ലിൻ്റെ ഒരു ശല്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള 100% ഉറപ്പുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ മേലുള്ള ആ ഒരു ഇതൊക്കെ നിങ്ങൾ വായിച്ചില്ല, അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്താൽ പല്ലി ആ 7 അയലത്ത് പോലും വരില്ല കേട്ടോ. അടുത്തത് നമ്മളെ ചിക്കൻ കറിക്കും മീൻ കറിക്കും ബീഫ് കറിക്കും അങ്ങനെ എല്ലാത്തിനും നല്ല രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടി റെഡിയാക്കുന്നതാണ്. നിങ്ങൾക്കറിയാലോ, പെരിഞ്ജീരകം അല്ലെങ്കിൽ നല്ല ജീരകൻ്റെ ഫേവറേറ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാത്തിലും ഇടും വേണം. അങ്ങനെ ആ ഒരു കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ട് നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷം ഞാനിതാ ഒരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ചെല്ലാം ഒത്തിരി അധികം ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു പിടി കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ടും ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഒരുപാട് നല്ല വറവ് ഒരുപാട് ആവണ്ട, നല്ല കറുപ്പ് കളർ അങ്ങനെ ഒന്നും ആവണ്ട കേട്ടോ. പക്ഷെ എന്നാലും അത്യാവശ്യം ഒന്ന് ചൂടാവുക വേണം. പിന്നെ അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. നല്ലോണം ഫൈന് നമ്മളെ മഞ്ഞപ്പൊടി മുളക് പൊടി പോലെ അത്രയും പൊടി ആവണ്ട കേട്ടോ. ഇതിപ്പോൾ കറിയിലേക്കൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്കൊക്കെ. പക്ഷേ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകണ്ട, വെള്ളമായി പോയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് മീൻ കറിയിലായാലും ചിക്കൻ കറിയിലായാലും ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൽ. നമ്മൾ സാധാരണ ജീരകപ്പൊടി ഇടുന്നതിന് പകരം ഇതൊരു ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലോ, അതിൽ നിന്ന് എടുത്തിട്ട് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇത് അതേപോലെ ഒരു ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 50 ഗ്രാം വലിയ ജീരകമാണ്. ഞാനിപ്പോൾ മീൻ കറിയിലാണ് കേട്ടോ ഇടുന്നത്, മത്തിക്കറിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ മീൻ പൊരിക്കാനെടുത്ത് അതിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒന്ന് നമ്മൾ വലിയ ജീരകം ഇടുന്ന ഏത് കറിയിലും നമുക്ക് ഇത് ചേർക്കാം കേട്ടോ. ഇനി നമ്മളെ വീട്ടിൽ ചിപ്സൊക്കെ വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അത് കേടുവരും, ഒരു കാറൽ ചോയൊക്കെ വരില്ല ഒരാഴ്ച കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ ദിവസം വരെ ഒന്നും ആവാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് കാലം എന്നല്ല, ഒരു അത്യാവശ്യം കുറച്ച് വരെ. ഇനി പപ്പടം നമ്മൾ കാച്ചി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഒരു പാത്രത്തിലിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു കുഴപ്പം വരില്ല കേട്ടോ. അതേപോലെ തന്നെ എല്ലാ ചിപ്സും നമ്മൾ ഇതേപോലെ സെറ്റാക്കി വെക്കാം. ഇപ്പോൾ നല്ല കഠിനമായ ചൂടല്ലേ, അപ്പോൾ നമ്മൾ മാവ് ഈ ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ 2-3 ദിവസത്തേക്കാണെങ്കിലും എന്തായാലും നമ്മൾ ഒരിക്കലും റെഡി ആക്കുമ്പോൾ 3 ദിവസത്തേക്കൊക്കെ ആണെങ്കിലും സെറ്റാക്കി വെക്കുക. അപ്പോൾ അത് എടുത്തതിൻ്റെ ബാക്കി നല്ല പുളിയായിരിക്കും കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഓവർ പുളി വരും. അപ്പോൾ അങ്ങനെ പുളി ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട്, ഓവർ പുളി ആയാലും ടേസ്റ്റും ഉണ്ടാവില്ല, കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പോൾ ആ ഓവർ പുളി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ മാവ് എത്രയാണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കേണ്ടത്. ഒരുപാട് ആയിപ്പോണ്ട് അപ്പോൾ ഒരു മധുരം ഉണ്ടാവും, ആവശ്യത്തിന് മാത്രം മതി. ഇനി ഇതേപോലെ ബാക്കിയുള്ളത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു പുളി ഉണ്ടാവില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുളി ഇല്ലാതൊക്കെ ഒന്നുമില്ല, എന്തായാലും ചൂടുകൊണ്ട് നല്ല ചൂടാണ്. ഇങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ, സാധാരണ ദോശമാവ് പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറുനാരങ്ങ 1-2 പീസ് ഇതേപോലെ മുറിച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല, മീനും എല്ലാം വെക്കുന്നതാണല്ലോ. ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ മിക്ക വീട്ടമ്മമാർ അടുപ്പിലേക്ക് വന്നിക്കണം, വിറകടുപ്പിലേക്ക്. അപ്പോൾ വിറകടുപ്പിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ അലൂമിനിയത്തിൽ നിന്നൊക്കെ മാറി അധികം സ്റ്റീലാണ് ഇപ്പോൾ ഉപയോഗിക്കുക അല്ലേ. ഞാനിപ്പോൾ എൻ്റെ വളരെ കുറവാണ് കേട്ടോ. ഇനി കാറ്ററിങ്ങിൻ്റെ പാത്രം മാത്രമേ ഉള്ളൂ അലൂമിനിയം, പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ ഡെയിലി യൂസിനുള്ളത്. അപ്പോൾ ഇനി എല്ലാം സ്റ്റീലായതുകൊണ്ട് ഇനി അത് അടുപ്പിൽ വെക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തേച്ചെഴുകുക വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുപ്പത്ത് വെക്കുന്ന സ്റ്റീൽ പാത്രം ആയാലും അലൂമിനിയം പാത്രം ആയാലും ഒക്കെ നമ്മൾ നല്ലോണം ഓയിൽ എല്ലാ ഭാഗത്തും നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം
അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. തേച്ച് കഴുകുന്നു ഞാൻ കാണിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഇഡലി നല്ല ഞാൻ ഇഡ്ഡലിൻ്റെ ഒക്കെ കുറേ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും അതിലൊന്ന് ഇതിങ്ങനെ കാണിക്കുന്നതിനോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നല്ലോണം ഇഡ്ഡലി തട്ട് നല്ല രീതിയിൽ ചൂടായിട്ട് എന്നതിന് ശേഷം അതിൽ നല്ലോണം നല്ലോണം കേട്ടോ ഓയിൽ അത്യാവശ്യം ഒരുപാടല്ല എന്നാലും ഒരു ആവശ്യത്തിനുള്ള ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഈ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആ ഇഡ്ഡലി വേവിച്ചെടുത്താൽ നമുക്ക് അധികം ആ ഇഡ്ഡലി തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഇഡ്ഡലി വേവിച്ചതിന് ശേഷം അതൊന്ന് കുറച്ച് ചൂടാറിയതിന് ശേഷം എടുക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ല, അതിപ്പോൾ ഞാനൊരു തട്ട് ഇഡ്ഡലീൻ്റെ ഇഡ്ഡലി എടുത്തതാണ്. അപ്പോൾ കണ്ടില്ല, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അത് നമ്മളിങ്ങനെ ചൊറി പിടിച്ച മാതിരി ഇഡ്ഡലി കിട്ടുമ്പോൾ എന്തോ ഒരു ഇതാണല്ലേ നമുക്ക് കാണുമ്പോൾ. പിന്നെ അത് നല്ലോണം ചൂടാക്കുക, നല്ലോണം എണ്ണയും തേച്ച് കൊടുക്കുക. ആ രണ്ടും ചെയ്താൽ തന്നെ മതി. പിന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആവാനുള്ളതൊക്കെ രണ്ട് റെസിപ്പി ഇട്ടിക്കണമെന്ന് തോന്നുന്നു, 2 വീഡിയോ ഇട്ടിക്കണം ഞാൻ. ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അവിടെ ഈ ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലോണം ചൂടാക്കുക, ഓയിൽ ഒഴിക്കുക, കുറച്ച് സമയം എടുത്തിട്ട് സമയം കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലി തട്ടിന്ന് വേർപ്പെടുത്തുക. അപ്പോൾ നല്ല ഇഡ്ഡലി ആവും കേട്ടോ. നല്ല ഇഡ്ഡലിയല്ല, നല്ല കാണാൻ നല്ലൊരു ഇതുണ്ടാവും. പിന്നെ നമ്മളിതാ ഇഡ്ഡലി ചെമ്പ് കരി പിടിച്ചത് കഴുകണ്ട. ഇഡ്ഡലി ചെമ്പ് എന്നല്ല, അലൂമിനിയം പാത്രമൊക്കെ നമ്മൾ കരി പിടിച്ചതെല്ലാം. പിന്നെ അത് അതേപോലെ സെബീനപ്പൊടി ഒരു 10-30 വർഷത്തിലേറെ ഞാൻ ഈ സെബീനപ്പൊടി കാണുന്നു. കുറേ കാലമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ പൈസ കുറവാണ്, 32 റുപ്യുള്ളൂ 1 കിലോ സെബീനപ്പൊടിക്ക്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെണ്ണീരും കൂടി ചേർത്ത്, വെണ്ണീര് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വെറും സെബീനപ്പൊടി ആയാലും മതി. അപ്പോൾ ഞാൻ ആ വെണ്ണീര് ചേർക്കുന്നതിനോട് അങ്ങനെ ചേർത്ത് പോയതാണ്, നിർബന്ധമില്ല. അപ്പോൾ അതാ കണ്ടില്ല, നമ്മൾ ഇനി പിന്നെ സ്റ്റീലിൻ്റെ പൂളോ അല്ലെങ്കിൽ പാത്രം കഴുകണ എന്തായാലും ഓവർ ആയിട്ട് ഒരതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ല, ഞാൻ അതാ ഈ രീതിയിൽ തന്നെ ഒരതിയാൽ വരെ അതിൻ്റെ കരിയൊക്കെ പോകുന്നുണ്ട്, ഓയിൽ തേച്ചതിനെ കൊണ്ടാണ്. അപ്പോൾ കരി പിടിക്കുക വിചാരിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാതെ വെക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുക എന്നാണ് കേട്ടോ. പാത്രം കരി പിടിക്കും, അത് തേച്ച് കഴുകാനുള്ള പാട്, അങ്ങനെയൊക്കെ വീട്ടമ്മമാർ നോക്കിയാണ് നമ്മളിപ്പോൾ ഗ്യാസുമ്മലേക്ക് ഫുൾ ടൈം ആയത്. അപ്പോൾ ഇതേപോലെ പ്രതിസന്ധികളൊക്കെ എപ്പോഴും വരും. നമുക്ക് കൊറോണ വന്ന്, വെള്ളപ്പൊക്കം വന്ന്, എന്തൊക്കെ പ്രതിസന്ധി, നോട്ട് നിരോധനം വന്ന്, എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്ത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഗ്യാസിൻ്റെ ദൗർലഭ്യം തരണം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. സെബീനപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. സെബീനപ്പൊടി പിന്നെ പല കുറ്റം ആളുകൾ പറയും സെബീനപ്പൊടി അവിടെ പറ്റിപ്പിടിക്കും, ഈ പൈപ്പിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിക്കും, അങ്ങനെയൊന്നും എനിക്കിതൊന്നും വരെ അങ്ങനെ ഒരു പറ്റിപ്പിടിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ അതേപോലെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ. നീ ഒരു കരി പിടിച്ച പാത്രം നല്ല ഏതൊരു പാത്രം സെബീനപ്പൊടി ഉപയോഗിക്കുക. പിന്നെ വിമ്മ് കട്ടൊക്കെ ഈ സെബീനപ്പൊടി വന്നതിൻ്റെ ശേഷമാണ് വന്നത്. എന്നിട്ടും മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണ്ടല്ലോ, എന്തെല്ലാം ക്ലീനിങ്ങിൻ്റെ പൊടികളും കട്ടകളും ലിക്വിഡുകളും ഇറങ്ങി, എന്നിട്ടും ഇപ്പോഴും ഈ സെബീനപ്പൊടി ഈ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കൊണ്ട് തന്നെയല്ലേ. പിന്നെ അതേപോലെ സിങ്ക് നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് സെബീനപ്പൊടി വിതറിയിട്ടൊന്ന് തേച്ച് കഴുകുകയാണെങ്കിൽ നല്ല വെട്ടി തിളങ്ങും തന്നെ പറയാം കേട്ടോ. അതൊരു അതിശയോക്തി പറയുന്നില്ല, നല്ല തിളങ്ങ് തന്നെ ചെയ്യും. അപ്പോൾ ഡെയിലി നമ്മൾ കുറേശ്ശെ പൊടി ഇട്ടിട്ട് നല്ലോണം ഒരുതിയാൽ മതി. അതുകൊണ്ട് ആ പൊടി അലിഞ്ഞു പോകണം. പൊടിയായിട്ട് കിടക്കും, നമ്മൾ കഴുകണത് തേച്ച് കഴുകുമ്പോൾ ആ പൊടി നല്ലോണം അലിയാത്തത് കൊണ്ടായിരിക്കും പൈപ്പിലൊക്കെ അവരത് പറ്റി പിടിച്ചിട്ട് വെള്ളം ബ്ലോക്ക് ആവും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ആ സിങ്കിൻ്റെ ആ എഡ്ജുകളുണ്ടല്ലോ, അവിടെ ഒന്നും നമ്മൾ ഈ കമ്പി ഇട്ടിട്ട് ഒരതരുത്. അപ്പോൾ ടൈല് ഇടാൻ വന്ന ആൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഭാഗത്ത് നല്ലോണം ഒരതലുണ്ട്. ഒരതുമ്പോൾ നമ്മൾ ലീക്ക് വരും എന്നാണ് പറയുന്നത്, അവിടുത്തെ ആ ഭാഗത്തുള്ള സിമെൻറ്റൊക്കെ അടന്നു പോകുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കരി പിടിക്കേണ്ട, എന്നാൽ പാത്രം തേച്ച മടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൺകലം മൺചട്ടിയും തന്നെ ഡെയിലി അടുപ്പിൽ വെച്ച് ഉപയോഗിക്കുക. മൺകലൊക്കെ ആകുമ്പോൾ ഈ തേച്ച് കയറാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ അധികം കുക്കറിലാണല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. ഭക്ഷണം എന്നല്ല, മിക്ക സാധനങ്ങളും കുക്കറിലാണ് ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ ഗ്യാസ് പെട്ടെന്നില്ലാതായാലും നമുക്ക് കുക്കർ വെക്കണം, കടല വെക്കണം, ചിക്കൻ വെക്കണം, ബീഫ് വെക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ മേലെ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുക്കർ വെച്ചാൽ മതി. ഈസി ആയിട്ട് അതൊന്ന് വെന്ത് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ദോശക്കല്ലിന് ഒരു കുഴപ്പം വരില്ല കേട്ടോ. അത് നല്ലോണം ഒന്ന് കണ്ടില്ല, ഇപ്പോൾ കണ്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വന്നിട്ട് തോന്നുകയാണ് നല്ലോണം ഒരു എണ്ണ പുരട്ടി കൊടുത്താലും മതി. പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ ഇല, നമ്മൾ ഡെയിലി രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും എല്ലാ കറിയിലും നമുക്ക് കറിവേപ്പിൻ്റെ ഇല വേണം. അപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിയ കറിവേപ്പിൻ്റെ ഇല ആയതുകൊണ്ട് നല്ലോണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് 2-3 വട്ടമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. മഞ്ഞൾപ്പൊടിയോ അല്ല കല്ലുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് കുറച്ച് വാർന്നതിന് ശേഷം, വെള്ളം ഒന്നായിട്ട് ഉണങ്ങല്ല, വെള്ളം വാരാൻ വേണ്ടി നമ്മൾ ഓട്ടക്കൊട്ടയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടൊന്നും വരില്ല. അത് മാത്രമല്ല നമ്മൾ കറിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് എടുത്തിട്ട്
കഴുകുകയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കറിയിലേക്ക് ഇട്ടിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കുറച്ച് ദിവസം നല്ലോണം ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ സാധാരണ മറ്റേ ഇതിങ്ങനെ ഈർന്ന് കഴുകി അടുപ്പിൽ കറിയിലേക്ക് ഇടുക ചെയ്യൽ. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ടിപ്പ് വന്നതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ ടിപ്പ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത് തന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം.